ഹായ് ഡേയ്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. ഒരു ക്യാരറ്റ് മാങ്ങ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ക്യാരറ്റും ഒരു മാങ്ങയുമാണ്. ക്യാരറ്റ് നല്ല നീള കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു, അതുപോലെ തന്നെ മാങ്ങയും. മുളക് 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്, അതും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിച്ച് എണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്, വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിൽ ഞാൻ 1-2 എണ്ണം അരിയാൻ വിട്ടുപോയത് എനിക്ക് കിട്ടി. അതും കൂടെ അരിഞ്ഞിട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ ക്യാരറ്റ് വെന്ത് വരണം. ഒത്തിരി വേവായി പോകാനും പാടില്ല, അത്യാവശ്യം വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഉപ്പ് ചേർത്താൽ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പം നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഞാൻ വേറെ എരിവൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അങ്ങനെ നമുക്ക് നന്നായിട്ട് ക്യാരറ്റ് വഴറ്റിയെടുക്കാം. എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. ചോറുണ്ണാൻ എനിക്കിത് മാത്രം മതി. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് വേവാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റാണ് ആ പുളിയും കൂടെ വരുമ്പം. ഇനി ക്യാരറ്റ് അത്യാവശ്യം വെന്ത് ചെയ്യുമ്പോൾ നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം ക്യാരറ്റ് വെന്തതിന് ശേഷം മാത്രം മാങ്ങ ചേർക്കാൻ ശ്രമിക്കുക. കാരണം മാങ്ങ ചേർത്ത് കഴിഞ്ഞാൽ ക്യാരറ്റ് പിന്നെ വേവില്ല, പുളി ചേരുമ്പോൾ പിന്നെ വേവില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് അത്യാവശ്യം ക്യാരറ്റ് വെന്തതിന് ശേഷം മാത്രം മാങ്ങ ചേർക്കുക. മാങ്ങ ചേർന്നാൽ മാങ്ങ ഒത്തിരി വേവാൻ പാടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇളക്കി വഴറ്റിയെടുക്കാം. നല്ല രീതിയിൽ ദേ ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല കാണാനായിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ചെറിയൊരു നുള്ള് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ ഐറ്റമാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.